നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ആറാട്ടുപുഴ പൂരത്തിനിടെ ആനയടഞ്ഞു. അമ്മത്തിരുവടി വിഭാഗത്തിന്റെയും തൊട്ടിപ്പാൾ ഭഗവതി വിഭാഗത്തിന്റെയും ആനകളാണ് ഇടഞ്ഞത്. ആനകൾ പരസ്പരം കൊമ്പുകോർത്തു. ആനയിടഞ്ഞതോടെ ജനങ്ങൾ ചിതറിയോടി. നിരവധി പേർക്ക് പരിക്കേറ്റു. അമ്മത്തിരുവടിയുടെ തിടമ്പേറ്റിയ ആന തൊട്ടിപ്പാൾ ഭഗവതിയുടെ ആനയെ കുത്തുകയായിരുന്നു. കുഴൂർ കാക്കുളിശ്ശേരിയിൽ പട്ടാപ്പകൽ യുവതിയുടെ മാല ബൈക്കിലെത്തിയവർ കവർന്നു. 3.5 പവനോളം വരുന്ന സ്വർണ്ണമാലയാണ് രണ്ടംഗ മോഷ്ടാക്കൾ കവർന്നത്. കുഴൂർ മഞ്ഞപ്പള്ളി അമ്പാട്ട് വീട്ടിൽ മോഹനന്റെ ഭാര്യ MA നീനയുടെ മാലയാണ് കവർന്നത്. കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു കവർച്ച. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന 2 യുവാക്കളെ കാറിലെത്തിയ സംഘം ബലമായി കാറിൽ കയറ്റി കടന്നു കളഞ്ഞു. പോലീസ് CCTV ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വെള്ളാഞ്ചിറ ഭാഗത്തേക്കാണ് കാർ പോയതെന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2ാം പിണറായി സർക്കാരിന്റെ നിലനിൽപ്പ് കൂടിയാണെന്ന് CPIM നേതാവ് AK ബാലൻ. നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടതു പാർട്ടികൾക്ക് ദേശീയ പദവി നഷ്ടമാകുമെന്ന് AK ബാലൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർക്കുമെതിരെ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP പരാതി നൽകിയത്. സർക്കാർ സംവിധാനം തെരഞ്ഞെടുപ്പിന് വേണ്ടി ദുരുപയോഗം ചെയ്ത് എന്നാണ് പരാതിയിൽ പറയുന്നത്. കൊടുങ്ങല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി. തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ നിയന്ത്രണം വിട്ടിടിച്ച് കയറുകയായിരുന്നു. അപകടത്തിൽ കടയുടെ ചില്ലുഭിത്തിയും ഷെൽഫും തകർന്നു. എടത്തിരുത്തിയിൽ കുട്ടി കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. രാവിലെ നടന്ന ചടങ്ങിൽ ചന്ദ്രാബിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, അധ്യാപകരായ TB സതി, TN അജയ് കുമാർ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് നടത്തി. നാട്ടിൽ പോകാനായി കടലിൽ ചാടിയ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തി. ആഴ്ചകളായി മറ്റൊരു ബോട്ടിൽ കടലിൽ പണിയെടുത്തു വരുന്ന തമിഴ്നാട്ടുകാർ നാട്ടിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ബോട്ടുടമ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് തൊഴിലാളികൾ ലൈഫ് ജാക്കറുമായി കടലിൽ ചാടുകയായിരുന്നു. മാള പ്രസ് ക്ലബ് ഷാഹുൽ ഹമീദ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ മാളയുടെ സ്വീകാര്യതയും പൈതൃകവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മാള പ്രസ് ക്ലബ് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ ഉദ്ഘാടനം നിർവഹിച്ചു. KC വർഗീസ് വിഷയാവതരണം നടത്തി. കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ച RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് രാമകൃഷ്ണന്റെ ചേനത്തനാടുള്ള വീട്ടിലെത്തി. കലയ്ക്കും സാഹിത്യത്തിനും നിറമോ ജാതിയോ ഇല്ലെന്നും രാമകൃഷ്ണനൊപ്പമുണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി ഉറപ്പു നൽകി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.